മുല്ലപ്പൂഞ്ചോലയിൽ മൂളുന്ന വണ്ടേ മാനിമ്പം മാനിമ്പം തേനുണ്ടോ വണ്ടേ. കോൽക്കളി ലോകമെങ്ങും പല തരത്തിൽ നിലനിൽക്കുന്ന വർത്തുള നൃത്തങ്ങളുണ്ട്, വട്ടക്കളികൾ. അതിൽ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് കോൽക്കളി. കോൽക്കളി ഓരോ രാജ്യത്തും ഓരോ ചെറുദേശങ്ങൾക്കും അവരവരുടെ സാംസ്കാരിക സവിശേഷതകളുമായൊക്കെ ബന്ധപ്പെട്ട് വിഭിന്ന കോൽക്കളി രൂപങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാം. അവിടെ ഉപയോഗിക്കുന്ന പാട്ടുകൾ, കോലലങ്കാരങ്ങൾ, ചുവട് വഴികൾ എന്നിവ മാറും എന്ന് മാത്രം. എൻ്റെ പേര് യാസിർ കുരിക്കൾ, കോഴിക്കോടാണ്. ഒരു കോൽക്കളി കലാകാരനാണ്. നാടൻ കലാരംഗത്തെ വളരെയേറെ പ്രത്യേകതയുള്ള ഒരു കലാരൂപമാണ് കോൽക്കളി. 10-25 വർഷമായിട്ട് ഈ കോൽക്കളി കലാരംഗത്ത് കുട്ടികളെ പരിശീലിപ്പിക്കുകയും അതുപോലെ പരിപാടികളിൽ പങ്കെടുക്കുകയും കുട്ടികളെ കോൽക്കളി അവതരണത്തിന് സാധ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ കോഴിക്കോട് മുഗദാർ തീരദേശ മേഖലയിലാണ്, തീരദേശത്താണ് ഞാൻ ജനിച്ചത്. കേരളത്തിലെ ഒട്ടുമിക്ക സ്കൂളുകളിലും കലോത്സവത്തിലെ മത്സര ഇനമായതുകൊണ്ട് തന്നെ കുട്ടികളെ കോൽക്കളി പരിശീലിപ്പിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ഗുരു എന്ന പദവി, അവാർഡ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ കോൽക്കളി എന്ന കലാരൂപത്തിന് പ്രത്യേകിച്ചിട്ട് മാപ്പിള കല എന്ന നിലക്ക് ആദ്യമായിട്ടൊരു അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. 2 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒന്ന് വടക്കൻ മാപ്പിള കോൽക്കളി എന്നാണ് പേര്. കോൽക്കളിയെക്കുറിച്ച് മാത്രം പറയുന്നതാണ്. കോൽക്കളിയുടെ വായ്ത്താരികൾ, പാട്ട്, അതിൻ്റെ ചരിത്രം, അങ്ങനെ വരുന്ന പല കാര്യങ്ങളും. പിന്നെ മാപ്പിള സംഘ കലകൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം. അതിൽ മാപ്പിള കലകളെ കുറിച്ചിട്ട് ഒപ്പന, കോൽക്കളി, ദഫ്മുട്ട്, അറബനമുട്ട്, മാപ്പിളപ്പാട്ട് എന്നീ കലാരൂപങ്ങളെ അനാവരണം ചെയ്തുകൊണ്ട് ഒരു കുഞ്ഞു പുസ്തകം കൂടി എഴുതിയിട്ടുണ്ട്. കേരള സർക്കാർ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ശരിക്കും സാമ്രാജ്യത്വ ശക്തികളോട് വീറോടെ പൊരുതിയ വടക്കൻ മലബാറിന്റെ ചരിത്ര വിശേഷങ്ങളിൽ കളരിയും കോൽക്കളിയുമുണ്ട്. പണ്ടുകാലത്ത് ആയോധന മുറ പരിശീലിച്ച ആളുകളൊക്കെ അവരുടെ ചുവടുവഴികൾ ശരിപ്പെടുത്തുന്നതിന് വേണ്ടി കോൽക്കളി അഭ്യസിച്ചിരുന്നതായി നമുക്ക് കാണാൻ പറ്റും. കോൽക്കളിയുടെ ചുവടുവഴികളൊക്കെ പരിശോധിച്ചാൽ നമുക്കത് തീർച്ചയായും ആ സൂക്ഷ്മ രീതിയിൽ തന്നെ അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ തന്നെ അത് കാണാൻ നമുക്ക് സാധിക്കും. മാപ്പിള കോൽക്കളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ മാപ്പിളപ്പാട്ടിന്റെ ഇമ്പമാർന്ന ശീലുകൾ ഉൾച്ചേർന്നതുകൊണ്ടാണ് ശരിക്കും പറയാണ് മാപ്പിള കോൽക്കളിയെ വകതിരിക്കുന്നത് മറ്റുള്ള കോൽക്കളിയിൽ നിന്നൊക്കെ. പിന്നെ കളരിപ്പയറ്റിന്റെ ഉറച്ച ചുവടുകളും വേഗതയും താളപ്പെരുക്കങ്ങളൊക്കെ അതിന് മാറ്റുകൂട്ടുന്നുണ്ട്. കോൽക്കളിയെ അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പിന്നെ ഹൈന്ദവ മതവിഭാഗങ്ങൾക്കിടയിൽ കോൽക്കളി പറയുന്നത് ശ്രീകൃഷ്ണന്റെ യുഗപ്രവിയോടുകൂടി തന്നെ കോൽക്കളി ഉത്ഭവിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ശ്രീകൃഷ്ണനാണ് കോൽക്കളിക്ക് തുടക്കം കുറിച്ചത് എന്ന് പറയുന്ന പാട്ടുകൾ തന്നെ അവർക്കിടയിലുണ്ട്. അതിന് ഉദാഹരണമാണ് ഗുജറാത്തിലെ ഡാൻഡിയ നൃത്ത രൂപം. അതുപോലെ അവർ വിശ്വാസപരമായി ചടങ്ങായി കൊണ്ട് നടക്കുന്ന ഗർഭ കോൽക്കളി, അതൊക്കെ കോൽക്കളിയുടെ മറ്റൊരു രൂപങ്ങളാണ്. ഡാൻഡി എന്ന് പറഞ്ഞാൽ വടിയാണ് ഹിന്ദിയിൽ. നമ്മളിവിടെ വടിക്ക് പകരം കോല് എന്നാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ രാജുസ്വയം കോൽക്കളി കേരളത്തിലെ പിന്നെ പയ്യന്നൂർ കോൽക്കളി അതിപ്രശസ്തമാണ്. അത് ഹൈന്ദവർക്കിടയിലുള്ള കോൽക്കളിയാണ്. ഇത് പശുപതാസ്ത്രം കഥയെ ആസ്പദമാക്കിയിട്ടൊക്കെ
പിന്നെ ആ പാട്ടുകൾ പാടിയിട്ടാണ് അവർ അത് കളിച്ചു പോരുന്നത്. അങ്ങനെ ആദിമ സമൂഹങ്ങളിൽ തന്നെ ഈ പല ആദിവാസികൾക്കിടയിൽ പലതരത്തിൽ ഇതുപോലെ കോൽക്കളി നിലവിലുണ്ടായിരുന്നു. നമുക്കറിയാം കോൽക്കളിയുടെ മാപ്പിള കോൽക്കളി ഒരു ഉത്ഭവം എന്ന് പറയുന്നത് കണ്ണൂരിലെ ഏക മുസ്ലിം രാജവംശമായിരുന്ന അറക്കൽ രാജവംശവുമായി ബന്ധപ്പെട്ടാണ്. രണ്ട് കാര്യം പറയുന്നുണ്ട്. അത് ഒന്ന്, അവിടുത്തെ രാജാവിൻ്റെ അന്നത്തെ സ്ഥാനാരോഹണ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് ഉത്ഭവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അന്ന് അവിടുത്തെ മുക്കുവ, അതായത് കടലോര മേഖലയിൽ മത്സ്യത്തൊഴിലാളികളായ ആളുകൾ അവിടെ പിന്നെ കോൽക്കളി, ഇത്തരം ചടങ്ങുകളിലൊക്കെ കോൽക്കളി കളിക്കാറുണ്ടായിരുന്നെന്നും അത് പിന്നീട് ആ കോൽക്കളി മുസ്ലിം ആളുകൾ അത് സ്വായത്തമാക്കി പിന്നീടാണ് അത് മാപ്പിളപ്പാട്ടിൻ്റെ ശീലുകളൊക്കെ ചേർന്ന് ആ കോൽക്കളി രൂപത്തിലേക്ക്, മാപ്പിള കോൽക്കളി രൂപത്തിലേക്ക് ആയത് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുന്നത്, അന്നത്തെ അവിടെ മുഹിയുദ്ദീൻ പള്ളി എന്നൊരു പള്ളി ഉണ്ടായിരുന്നു. ഈ അറക്കൽ കൊട്ടാരത്തിന്റെ ചുറ്റുവട്ടത്തുള്ള അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പള്ളി. ആ പള്ളി പുനരുദ്ധാരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കോൽക്കളി കളിച്ചിരുന്നതെന്നും പറയുന്നുണ്ട്. ലോകം അല്ലെങ്കിൽ സമൂഹം വികസിച്ചു വരുന്ന സമയത്ത് തന്നെ ആദിമ നിവാസികൾ അവരുടെ ആയോധനപരമായും സംഗീതപരമായും ഉപയോഗിച്ചിരുന്ന ഉപകരണം എന്നുള്ളത്, അന്ന് എളുപ്പത്തിൽ കിട്ടാവുന്ന ഒരു ഉപകരണം എന്നുള്ള നിലക്ക് ഈ മരക്കഷ്ണങ്ങളോ അല്ലെങ്കിൽ അന്ന് കാണുന്ന മൃഗത്തിന്റെ അല്ലെങ്കിൽ മറ്റ് ജീവികളുടെയോ എല്ലിന്റെ കഷ്ണങ്ങളൊക്കെ തന്നെയായിരുന്നു കോൽക്കളി പിന്നെ സംഗീത ഉപകരണങ്ങൾ. അപ്പോൾ ഈ മരത്തിന്റെ കമ്പുകളൊക്കെ അന്ന് ധാരാളം കിട്ടാറുണ്ടായിരുന്നു. അതാണ് അവരുടെ ആയുധം. അപ്പൊ അങ്ങനെ തട്ടി മുട്ടി കോൽക്കളി വികസിച്ച് വന്നതാണെന്ന് അഭിപ്രായമുണ്ട്. ഇസ്ലാമികപരമായി ഒരു 4000 വർഷങ്ങൾക്ക് മുമ്പ് യാക്കൂബ് എന്ന പ്രവാചകന്റെ പിന്നെ സമയത്ത് ആടിനെ മേയ്ക്കാൻ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഈ അന്ന് വന്യമൃഗങ്ങളെ പിന്നെ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട് കമ്പുകൾ ആയുധമാക്കി ഉപയോഗിക്കാറുണ്ട്. അത് കൊട്ടി ശബ്ദമുണ്ടാക്കും അവരെ ഓടിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് തീ ഇട്ടിട്ട് അവരിയ്ക്കും, അതിൽ പാട്ട് പാടും. ഇതുപോലെ അടിച്ചടിച്ച് ശബ്ദമുണ്ടാക്കി രസിക്കുക പതിവായിരുന്നു. അത് പിന്നെ തലമുറകൾ കൈമാറി വികാസം പ്രാപിച്ചതാണ് ഇന്ന് കാണുന്ന ഈ ഏത് കോൽക്കളിയായാലും എന്നുള്ളതാണ് പിന്നെ മറ്റൊരു ഐതിഹ്യം. ഒരു കോൽക്കളിയെ സംബന്ധിച്ചോളം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ചുവടുകളാണ്. അപ്പം അതിൻ്റെ ചുവടുകൾ എന്ന് പറയുമ്പോൾ കോൽക്കളിക്ക് നമുക്കറിയാം സപ്തസ്വരങ്ങൾ. ലോക സംഗീതത്തിൽ തന്നെ സപ്തസ്വരങ്ങളാണ് സംഗീതത്തെ ശരിക്കും നിയന്ത്രിക്കുന്നത്. അതുപോലെ തന്നെ കോൽക്കളിക്ക് 7 താള ചുവടുകളാണ് കോൽക്കളിയും അത് നിയന്ത്രിക്കുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. ആ താള ചുവടുകൾ എന്ന് പറയുമ്പോൾ ഒറ്റ, മിനിക്കളി, മറഞ്ഞടി, മാർക്കളി, മിൻഫോ, പൂട്ട്, തടവ് എന്ന തരത്തിലാണ്. അത് തന്നെ പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയ കളി വഴികളുണ്ട്, റൂട്ടുകളുണ്ട്. അതിന് വേഗത എന്ന് പറയുമ്പോൾ തുടക്കത്താളം 5 ഘട്ടങ്ങളാണ്. തുടക്കത്താളം, പെരുക്കത്താളം, നീക്കത്താളം, മുറുക്കത്താളം, അടക്കത്താളം എന്നീ 5 ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മൾ നേരത്തെ കോൽക്കളിയെ വകതിരിക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞു. പാട്ടുകൊണ്ടാവാം, കോലിൻ്റെ അലങ്കാരം കൊണ്ടാവാം, വേഷവിധാനം കൊണ്ടാവാം എന്നൊക്കെ പറഞ്ഞു. മാപ്പിള കോൽക്കളി തികച്ചും പണ്ട് മത്സ്യത്തൊഴിലാളികളായ ആളുകൾ ഉടുത്തിരുന്ന കള്ളിമുണ്ടാണ്, കൈലിമുണ്ട് എന്ന് പറയും. അതുപോലെ അരപ്പട്ട, ബെൽറ്റ്. അത് ശരിക്ക് ആ ബെൽറ്റ് എന്ന് പറയുന്നത് നമ്മളെ ഇന്ത്യൻ കൾച്ചറിൽ, കേരളത്തിൻ്റെ കൾച്ചറിൽ പെട്ടതല്ല. ശരിക്കും അത് യമനിൽ നിന്ന് വന്നതാണെന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുപോലെ ബനിയൻ, കൈയുള്ള ബനിയൻ. പണ്ട് കാലത്തെ ആളുകൾ, സാധാരണക്കാരായ മനുഷ്യന്മാർ, കടൽ തൊഴിലാളികളായ ആളുകൾ, ഒന്നുകിൽ അവരെ ഏറ്റവും നല്ല വേഷം കൈയുള്ള ബനിയനാണ്. ആ ബനിയന് ആദ്യകാലത്തൊക്കെ കളറിലൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പോൾ മത്സരത്തിനൊക്കെ ആയപ്പോൾ വെള്ള കളറിലാണ് വരുന്നത്. അതുപോലെ വെള്ള കള്ളിമുണ്ട്. ആദ്യകാലത്ത് മൗലാന എന്നൊക്കെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള നിറത്തിലും കള്ളിമുണ്ടുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മത്സരത്തിനൊക്കെ ആകുമ്പോൾ ഒരു ഏകീകരണത്തിന് വേണ്ടിയിട്ട് വെള്ളയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തലയിൽ കെട്ട്,
തലയിൽ ടവ്വലാണ് കെട്ടുക, ഉറുമാൽ എന്നൊക്കെ പറയും. ചെറിയ ഒരു 16 സെൻറ്റിമീറ്ററൊക്കെ വീതി വിസ്തീർണമുള്ള ഒരു ചെറിയ ഒരു വെള്ള തുണിയാണത്. അത് തലയിൽ മറവിന് വേണ്ടി കെട്ടും. അത് നമസ്കാരത്തിലൊക്കെ ആൾക്കാർ ഉപയോഗിക്കുന്നതാണ്. ആ തല മറയ്ക്കുക എന്നുള്ള ഇസ്ലാമിക രീതിയാണ്, സുന്നത്തായിട്ട് അല്ലെങ്കിൽ അത് ശ്രേഷ്ഠതയുള്ളൊരു കാര്യമായിട്ടാണ് അത് അന്നത്തെ മുസ്ലിം മാപ്പിളമാർ ഇന്നും അത് കരുതിപ്പോരുന്നത്. കോല് പല കോൽക്കളി സമൂഹങ്ങളും പല തരത്തിലുള്ള കോലുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാപ്പിള കോൽക്കളിയിൽ പനയുടെ കോലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മറ്റുള്ള കോൽക്കളി സമൂഹങ്ങൾ തെങ്ങിൻ്റെത് ഉപയോഗിക്കാറുണ്ട്. തെങ്ങിൻ്റെ മൂപ്പുള്ള ഭയങ്കര ഉറപ്പുള്ള പുറന്തോട്, അതുപോലെ കമുങ്ങിൻ്റെത് ഉപയോഗിക്കാറുണ്ട്. ഈറമ്പനയുടെ കരിമ്പനൊക്കെ ഉണ്ട്, പക്ഷേ ഈറമ്പനയുടെ കോലാണ് ഇതിന് ഏറ്റവും നല്ല ഉച്ചസ്ഥായിലുള്ള ശബ്ദം കിട്ടുക. മാപ്പിളപ്പാട്ടിന് ഏറ്റവും അധികം ഹൈ പിച്ചിലാണ് പാടുക, അതായത് ഉച്ചസ്ഥായിലാണ് പാടുക. ആ സ്ഥായി ഈ കോലടിക്കുമ്പോൾ അതിന് ശ്രുതി ചേർന്ന് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് പനയുടെ കോല് ഉപയോഗിക്കുന്നത്. പിന്നെ ഭയങ്കര എന്താ പറയുക, ശക്തിയിലുള്ള അടിയും ചുവടുകളും ഒക്കെ ആയതുകൊണ്ട്, ഉറച്ച ചുവടുകളൊക്കെ ആയതുകൊണ്ട് അതിന് കൂടുതൽ നിലനിൽക്കണമെങ്കിൽ പനയുടെ കോലുകളാണ് ഉപയോഗിക്കാറുള്ളത്. അത് ഒരു 17 ഇഞ്ച് നീളത്തിലാണ് ആ കോല്. നമ്മൾ പട്ടിക കഷ്ണം പോലെ അതിൻ്റെ പുറന്തോട് മുറിച്ച്, പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ കത്തി കൊണ്ടോ അല്ലെങ്കിൽ മൂർച്ചയുള്ള എന്തെങ്കിലും ഉപകരണം കൊണ്ട് ചെത്തി അതിൻ്റെ പിന്നെ ഒരു ഷേപ്പിലെ രൂപത്തിലാക്കും. എന്നിട്ട് അത് കുപ്പിച്ചില്ല് കൊണ്ട് എന്ത് ചെയ്യും, വടിച്ച് നല്ല മിനുസമുള്ള രൂപത്തിലേക്ക് അത് മാറ്റുന്നതാണ്. ഇപ്പോൾ അതിന് മെഷീനൊക്കെ ഉണ്ട് അതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാലും അത് കൈ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടെ ഈട് നിൽക്കുക. മെഷീൻ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അത് അതിൻ്റെ ആരുകൾ അടി കിട്ടുന്നതനുസരിച്ച് തെറിച്ച് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ടെന്നാണ് പിന്നെ എല്ലാവരും പറയുന്നത്. സാധാരണ അത് അനുഭവത്തിലുണ്ട്. ഇത് കൈകൊണ്ട് ഇരുന്ന് എല്ലാവരും കൂട്ടമായിട്ട് ഇരുന്ന് നല്ല രസമാണ്. കോലുണ്ടാക്കുന്നതിന് ഭയങ്കര ഒരു സാമൂഹ്യമായിട്ടുള്ള ഇടപെടലാണ് എല്ലാവരും ഉണ്ടാവുക. കുട്ടികളാണെങ്കിലും ഗുരുവാണെങ്കിലും ഒരേ രീതിയിൽ അതിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു കോലുണ്ടാക്കലിൽ. അത് ഇപ്പോൾ നിലവിൽ പിന്നെ എല്ലാവരും വേഗം എളുപ്പത്തിന് വേണ്ടിയിട്ട് അത് മെഷീന് വേണ്ടി കൊണ്ടു കൊടുക്കുകയാണ് പതിവ്. അതുകൊണ്ട് അതിൽ നഷ്ടപ്പെടുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ആ ഒരു കൂട്ടായ്മ, ഗുരു ശിഷ്യ ബന്ധം എന്നുള്ളതുണ്ട്. ആ ഒരു പിന്നെ പകരലുണ്ട്. നമ്മൾ ആ കോലുണ്ടാക്കുന്ന രീതിയെ കുറിച്ച് കുട്ടികൾക്ക് പകർന്നു കൊടുക്കുന്ന ആ രീതിയൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് കോൽക്കളി അറിയാൻ പറ്റും, പക്ഷേ കോലുണ്ടാക്കുന്നത് അവർക്ക് ആ അറിവ് നേടാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അത്തരത്തിൽ കോലുണ്ടാക്കുന്നത് കൊണ്ട് ഒരു അപജയമുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, മാപ്പിള കോൽക്കളിയെ വകതിരിക്കുന്നത് മാപ്പിളപ്പാട്ടിൻ്റെ ശീലുകൾ ചേർന്നുകൊണ്ടാണ്. അപ്പോൾ അറബി മലയാള സാഹിത്യത്തിൽ എഴുതപ്പെട്ട പാട്ടുകളാണ് മാപ്പിളപ്പാട്ടുകൾ. അതിൽ മഹാകവി മൊയ്ൻകുട്ടി വൈദ്യർ അടക്കമുള്ള പൂർവ്വസൂരികളായ കവികളും അതുപോലെ പുതിയ കാലത്തെ കവികളുടെയും പാട്ടുകളൊക്കെ കോൽക്കളിക്ക് പാടാറുണ്ട്. അതിൽ പഴയകാല കവി മൊയ്ൻകുട്ടി വൈദ്യർ എഴുതി വെച്ച ലോകപ്രശസ്തമായൊരു കൃതിയാണ് ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ. അതിലെ ഒട്ടുമിക്ക പാട്ടുകളും കോൽക്കളിക്ക് അനുയോജ്യമായ പാട്ടുകളാണ്, കോൽക്കളിക്ക് ഏറെ തിരഞ്ഞെടുക്കപ്പെടുന്ന പാട്ടുകളാണ്. അത് പ്രണയകാവ്യമാണ്. അപ്പം അതിൻ്റെ ഒരു 2 വരി ആലപിക്കാം. ആനേ മദനപ്പൂ കനിത്തേനാളെ ആടങ്കൽ വഴിപ്പെട്ടാർ നാളെ ആനാപൂരി ഹുസ്നുൽ ജമാലോടിപ്പോൾ ബദറുൽ മുനീറുറ്റ പയക്കാമെപ്പോൾ. അത്തരത്തിൽ ഒട്ടനവധി നാടൻ പാട്ടുകൾ, അതായത് പരിസ്ഥിതിയെക്കുറിച്ചും അതുപോലെ പ്രണയത്തെക്കുറിച്ചും ഉള്ള ഒട്ടനവധി പിന്നെ എന്താ പറയുക, കല്യാണത്തെക്കുറിച്ചും അങ്ങനെ ഒട്ടനവധി പാട്ടുകൾ കോൽക്കളിക്ക് ഉണ്ടായിട്ടുണ്ട്. ഈ കോൽക്കളി ഇപ്പോൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ്. കാരണം ഒന്ന്, ഈ കോൽക്കളി എന്നുള്ളത് ആദ്യകാലം മുതൽ തന്നെ വികസിച്ചു വന്നത് ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക്, അത് ഡെവലപ്പ് ചെയ്യുന്നതിലൊക്കെ കോൽക്കളി ഒരു കൂട്ടമായിട്ട് മാറുന്നതിലും അത് മാനസിക ആരോഗ്യം അതുപോലെ ശാരീരിക ആരോഗ്യമൊക്കെ ഉണ്ടാക്കുന്നതിൽ കോൽക്കളി വളരെയേറെ പ്രാധാന്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു സമൂഹം വളർന്നു വരുന്ന ഘട്ടത്തിൽ അത്തരത്തിലുള്ള കലാരൂപങ്ങൾ ഒട്ടനവധിയുണ്ട് ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. അതിൽ ഏറെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു കലാരൂപമാണ് കോൽക്കളി. സത്യത്തിൽ
ഇന്ന് ആ കോൽക്കളി ആ ഒരു കൂട്ടായ്മകൾ അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് ഈ നാടൻ പ്രദേശത്ത് കൂട്ടങ്ങളൊക്കെ മിക്ക സ്ഥലത്തും കോൽക്കളികൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ കോഴിക്കോട് പ്രദേശത്ത് മിക്കവാറും ഒരു 10 വീടിൻ്റെ ഇടയിൽ ഒരു 4 കോൽക്കളി കളരികളെങ്കിലും കൂട്ടായ്മകളെങ്കിലും ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് വീണ്ടെടുക്കണമെങ്കിൽ പിന്നെ പുതിയ തലമുറയിലേക്ക് പിന്നെ അത് പകർത്തി കൊടുക്കാൻ സാധിക്കണം. പകർത്തണമെങ്കിൽ അത്തരത്തിലുള്ള പിന്നെ സഹായങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കിട്ടേണ്ടതുണ്ട്. പിന്നെ ഇന്ന് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ ഇടയിലേക്ക് കുട്ടികൾ പിന്നെ ചാടിപ്പോകുമ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ അത്യാവശ്യമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോൽക്കളി ആ രീതിയിലേക്ക് കുട്ടികൾക്ക് ശാരീരികമായിട്ട് ഉപകാരപ്പെടുന്ന രീതിയിൽ, മാനസികമായിട്ടുള്ള പിന്നെ ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് കോൽക്കളിയെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്ന ഒരു കലാരൂപം ഏതൊരു കൂട്ടത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ ഒരു പാട്ടുപാടി താളം കൊട്ടിയാൽ എല്ലാവർക്കും അലിഞ്ഞു ചേരാൻ പറ്റുന്ന ഒരു കലാരൂപമാണ് കോൽക്കളി. അതുകൊണ്ട് കോൽക്കളി ലോകമെമ്പാടും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ട്. യോഗ പോലത്തെ അഭ്യാസ മുറകളൊക്കെ ഇന്ന് ആഘോഷിക്കപ്പെടുന്ന സമയത്ത്, ലോകമെമ്പാടും അതിന് പ്രചാരണം നൽകുന്ന ഈ സമയത്ത് എല്ലാവർക്കും ഇടപെടാൻ കഴിയുന്ന, പാട്ടുകൊണ്ട് മാനസികമായി ഉല്ലാസം ഉണ്ടാക്കാൻ സാധിക്കുന്ന, ശാരീരികമായി അതിൻ്റെ ചുവടുകൾ കൊണ്ട് ക്ഷമത ഉണ്ടാക്കാൻ സാധിക്കുന്ന ഇത്തരം കലാരൂപങ്ങളെ സർക്കാരുകളും അതുപോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും മുന്നിട്ടിറങ്ങണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു.